തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDF എന്തോ വമ്പിച്ച വിജയം നേടിയിരിക്കുകയാണ് എന്നുള്ള വ്യാപകമായ പ്രചാരവേല മാധ്യമങ്ങൾ ഉൾപ്പെടെ സമർപ്പിക്കേണ്ടത് കേരളത്തിലെ ഗവൺമെന്റിന് വിരുദ്ധമായ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. UDF 16 സീറ്റും LDF 11 സീറ്റുമാണ് ലഭിച്ചത്. 3 BJP സീറ്റ്. അതിൽ തന്നെ 3 സീറ്റ് UDF സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് ജയിച്ചു മാറിയതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിലുണ്ടായത്. ആ 3 സീറ്റ് അവർ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയത് എന്നുള്ളതുകൊണ്ടാണ് അത് ആ വ്യത്യാസം കാണുന്നത്. അതവർ തിരിച്ചു, അവർ തന്നെ സീറ്റ്, മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുതാണ് സീറ്റ്. ആ 3 സീറ്റ് അവർ പിടിച്ചു എന്നുള്ളതാണ് സത്യം. അതിനെയാണ് വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അവതരിപ്പിച്ചത്. സ്വാഭാവികമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ അതാണല്ലോ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ കുറേയും കൂടി വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള കാര്യം. അതിലൊക്കെ അവരവരുടെ സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാർഡുകളുടെ എണ്ണം പറയുമ്പോൾ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് LDF എന്തോ വലിയ പരാജയം അവർക്ക് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം. ഞങ്ങളതിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ചില പഞ്ചായത്തുകൾ അതിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ കിട്ടിയ തന്നെയാണ്. ചിലത് 3 പഞ്ചായത്താണ് അങ്ങനെ വന്നിട്ടുള്ളത്. അത് ഇടുക്കിയും പാലക്കാടും ഒക്കെ അതാണ് സ്ഥിതി. പാലക്കാട് എന്ന് പറയുന്നത് ഒരു CPI സ്ഥാനാർത്ഥി മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യക്ക് വേണ്ടി CPI മത്സരിച്ചതാണ്. അവിടെ CPIയുടെ ലോക്കൽ സെക്രട്ടറി BJP പോയതിൻ്റെ ഭാഗമായിട്ട് വന്ന അവസ്ഥയായിരുന്നു. അതെല്ലാം ഇതിൻ്റെ അകത്ത് വന്ന പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. വസ്തുതാപരമായിട്ട് പറയുന്നതിന് പകരം ഗവൺമെൻറ് വിരുദ്ധ തരംഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ LDFിൻ്റെ പരാജയവും UDFിൻ്റെ വിജയവും എന്നൊക്കെ അവതരിപ്പിക്കുന്ന രീതി എത്രത്തോളം വസ്തുതാപരമല്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ